ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സർഗവസന്തം പെയ്തിറങ്ങുന്ന സാഹിത്യോത്സവത്തിന്റെ ഈ സുന്ദരമായ വേദിയിൽ നിങ്ങളുമായി ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കം ഉണ്ടാവും. കൗബാലയം ഒരു താഴ്ന്ന പ്രദേശത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ നമ്മുടെ കൗബാലയം വെള്ളത്തിലാകുമായിരുന്നു. അന്നത്തെ കൗബാലയത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? 4 ചുമരുകൾ, മേൽക്കൂരയില്ല. ചുമരുകൾക്ക് ഒരാളുടെ ഉയരമേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു അന്നത്തെ കെട്ടിടം. അങ്ങനെ ഇരിക്കെ മക്ക നഗരത്തിൽ ശക്തമായ മഴ പെയ്തു. അന്നത്തെ വീടുകൾക്കെല്ലാം വിള്ളൽ വന്നു. കൗബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകുന്നത് തടയാൻ വേണ്ടി കുറച്ച് പേർ ചെന്ന് ഒരു ബണ്ടു നിർമ്മിച്ചു. അതിന് ധാരാളം ധനം ആവശ്യമായി. അത് കാണാനും അഭിപ്രായങ്ങൾ പറയാനും ധാരാളം ആളുകൾ വന്നു. ശേഷമുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ആ ബണ്ടുകൾ പൊളിഞ്ഞു വീണു. വീണ്ടും നമ്മുടെ കൗബാലയം വെള്ളത്തിലായി. അങ്ങനെ ഇരിക്കെ ഖുറൈശികൾ കൗബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചു. നവീകരണ പ്രവർത്തനത്തിന് ശുദ്ധമായ ധനം തന്നെ വേണം. ഹലാലില്ലാത്ത പണം ഒട്ടും പാടില്ല. അങ്ങനെ അവർ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം, എന്നിട്ട് പുതിയ ചുമരുകൾ പണിയണം, മേൽക്കൂരയും പണിയണം, ചുമരുകളുടെ ഉയരം കൂട്ടുകയും ചെയ്യണം. ചുമരുകൾ പൊളിക്കാനുള്ള സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു. ചിലർ മണ്ണ് ചുമക്കുന്നു, ചിലർ കല്ലെടുക്കുന്നു, മറ്റു ചിലർ പണിയേർപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നു. പടവണിയുന്നവർ ഭംഗിയായി കെട്ടുയർത്തുന്നു. കെട്ടിടത്തിന്റെ ഉയരം കൂടുവാൻ തുടങ്ങി. ഹജറുൽ അസ്വദിലെത്തി. ആരാണത് വെക്കുക? ആർക്കാണ് അതിന്റെ അവകാശം? തറവാട്ടുകാർ തമ്മിൽ തർക്കമായി. വാക്കേറ്റം കയ്യാങ്കളിലേക്കെത്തി. ഒരു വലിയ രക്തച്ചൊരിച്ചിലിന്റെ വാക്കോളം എത്തി. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു തർക്കം പാടില്ല. പിന്നെ എങ്ങനെ? ആ സമയത്ത് ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു. എല്ലാവരും ആദരിക്കുന്ന ഒരു മനുഷ്യൻ, ജനങ്ങൾക്കിടയിൽ സ്വാദിഷ്ടമുള്ള ഒരു നേതാവാ. അദ്ദേഹം ഗോത്രക്കാരുടെ വിളിച്ചു പറഞ്ഞു, ഈ രക്തച്ചൊരിച്ചിലൊന്ന് ഒഴിവാക്കൂ, പകരം ഞാനൊരു പരിഹാര മാർഗം പറഞ്ഞു തരാം. എല്ലാവരും തർക്കം മതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, മസ്ജിദുൽ നബവിയിലേക്ക് ആരാണോ ആദ്യം വരുന്നത് അദ്ദേഹത്തെ തന്നെ നമുക്ക് വിധികർത്താവാക്കാം. അതെ, നല്ല തീരുമാനമല്ലേ അത്? എല്ലാവരും അത് സമ്മതിച്ചു. പിന്നെ എല്ലാവരും മസ്ജിദുൽ നബവിയിലേക്ക് നോക്കി നിൽപ്പായി. കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു. അത് ആരാണെന്നോ? അത് മറ്റാരുമല്ല, ലോക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടി നമ്മുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് പ്രകാശിച്ചു. എല്ലാവരുടെയും വിശ്വസ്തനായ അൽ അമീൻ. ഖുറൈശികൾ നബി തങ്ങളോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എല്ലാം ക്ഷമയോടെ കേട്ടിരുന്ന നബി തങ്ങൾ തന്റെ തോളിൽ നിന്ന് വിരിപ്പെടുത്ത് നിലത്തി വിരിച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ വിളിച്ച് പുതപ്പിന്റെ ഓരോ അറ്റങ്ങളായി പിടിച്ചുയർത്താൻ കൽപ്പിച്ചു. എല്ലാവരും കൃത്യസ്ഥാനത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരങ്ങൾ കൊണ്ട് നീക്കി വെച്ചു. പ്രശ്നം പരിഹരിച്ചു. എല്ലാവർക്കും ആശ്വാസമായി. എല്ലാവർക്കും നബി തങ്ങളുടെ പ്രവൃത്തിയിൽ മതിപ്പ് തോന്നി. കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ഖുറൈശികൾക്കിടയിൽ നബി തങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത കിട്ടാനുള്ള കാരണം? അതെ, ജീവിതകാലം മൊത്തം സത്യസന്ധത പുലർത്തി കാണിച്ചവരാണ് അവർ. കൂട്ടുകാരെ, നമ്മളും നബി തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.